ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെന്റർ. നമ്മുടെ SCERT സീരീസിന്റെ 8ാമത്തെ ക്ലാസ് ആണിത്. ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പാർട്ട് 2 ആണ് നോക്കാൻ പോകുന്നത്. സോഷ്യൽ സയൻസ് പാർട്ട് 1ലുള്ള എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അത് പോയി കാണണേ. അതുപോലെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പാർട്ട് 2ൽ 5 ചാപ്റ്റേഴ്സ് ആണുള്ളത്. ആദ്യത്തെ ചാപ്റ്ററായ ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ എന്ന ചാപ്റ്ററാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. PSC എഴുതുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഒരുപാട് എക്സാമിന് വരുന്ന ഒരുപാട് പോയിന്റ്സ് ഉണ്ട് നമുക്ക് പഠിക്കാൻ. അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഓരോ ക്ലാസ്സിനെയും ബേസ് ചെയ്തുകൊണ്ടുള്ള പോൾ എക്സാം നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ കണ്ടക്ട് ചെയ്യാറുണ്ട്. ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവർ ഉടൻ തന്നെ ജോയിൻ ചെയ്യുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ നമുക്ക് 7ാമത്തെ ചാപ്റ്ററായ ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ എന്ന ചാപ്റ്റർ നോക്കാം. ആദ്യം തന്നെ ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ എന്താണെന്നാണ് പറയുന്നത്. ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ മനുഷ്യർക്കിടയിലുള്ള ഭൗതിക അകലം മറികടക്കുന്നതിനുള്ള മാർഗങ്ങളാണ്. മനുഷ്യർ തമ്മിലുള്ള അകലം കണക്കിലെടുത്ത് പരസ്പരം ബന്ധിപ്പിക്കുന്ന ഫലപ്രദമായ സംവിധാനമാണിത്. ജനങ്ങളുടെയോ ചരക്കുകളുടെയോ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിന് ഗതാഗതം സഹായകമാകുന്നു. ജനങ്ങളെയോ ചരക്കുകളെയോ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിന് ഗതാഗതം സഹായകമാകുന്നു. ആശയവിനിമയത്തിൽ ഒരു ഉറവിടത്തിൽ നിന്നും ആശയങ്ങളോ സന്ദേശങ്ങളോ മറ്റൊരിടത്തേക്ക് കൈമാറുന്നു. അടുത്തതായിട്ട് കുറച്ച് വാഹനങ്ങളുടെ ചിത്രങ്ങൾ അടങ്ങിയ സ്റ്റാമ്പുകൾ കൊടുത്തിട്ടുണ്ട്. ഇനി വാഹനം, വഹിച്ചു കൊണ്ടുപോകുന്ന ഉപകരണം എന്നാണ് വാഹനം എന്ന പദത്തിൻ്റെ അർത്ഥം. വഹിച്ചു കൊണ്ടുപോകുന്ന ഉപകരണം എന്നാണ് വാഹനം എന്ന പദത്തിൻ്റെ അർത്ഥം. മനുഷ്യർ സഞ്ചാരത്തിനായും ചരക്കുകൾ കൊണ്ടുപോകുന്നതിനായും ഉപയോഗിക്കുന്ന യാന്ത്രികേതര സംവിധാനങ്ങളാണ് വാഹനങ്ങൾ. മനുഷ്യർ സഞ്ചാരത്തിനായും ചരക്കുകൾ കൊണ്ടുപോകുന്നതിനായും ഉപയോഗിക്കുന്ന യാന്ത്രികേതര സംവിധാനങ്ങളാണ് വാഹനങ്ങൾ. അടുത്ത ഹെഡിംഗ് ആണ് ചക്രത്തിൽ നിന്ന് വാഹനത്തിലേക്ക്. മനുഷ്യരുടെ ജീവിതത്തെ മാറ്റിമറിച്ച ചക്രത്തിന്റെ കണ്ടുപിടുത്തം ഒരൊറ്റ ദിവസം കൊണ്ട് സംഭവിച്ചതല്ല. ഉരുളൻ മരത്തടിക്ക് മുകളിൽ സാധനങ്ങൾ വെച്ച് ഉരുട്ടിയാൽ ഭാരനീക്കം എളുപ്പമാകുമെന്ന് മനസ്സിലാക്കിയ മനുഷ്യർ ഉരുളുകളെ ചെറുതാക്കി ചക്രങ്ങളാക്കി. 1976 സ്വിറ്റ്സർലാൻഡിലെ സൂറിച്ച് തടാകത്തിന്റെ തീരത്ത് നിന്ന് കണ്ടെത്തിയ ഏകദേശം 4500 അധികം വർഷം പഴക്കമുള്ള ചക്രത്തിന്റെ ഭാഗങ്ങളാണ് ചിത്രത്തിൽ കാണുന്നത്. മേപ്പിൾ മരപ്പലകൾ കൊണ്ട് നിർമ്മിച്ച ഈ ചക്രത്തിന്റെ ഭാഗം സ്വിസ് നാഷണൽ മ്യൂസിയത്തിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ 1976 സ്വിറ്റ്സർലാൻഡിലെ സൂറിച്ച് തടാകത്തിന്റെ തീരത്ത് നിന്നും കണ്ടെത്തിയ 4500 അധികം വർഷം പഴക്കമുള്ള ചക്രത്തിന്റെ ഭാഗങ്ങളാണ് ചിത്രത്തിൽ കാണുന്നത്. ഇതിപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത് സ്വിസ് നാഷണൽ മ്യൂസിയത്തിലാണ്. ഇവിടെ ചിത്രം കൊടുത്തിട്ടുള്ളത് ചക്രത്തിന്റെ പരിണാമമാണ്. അതായത് ആദ്യമായിട്ട് ഉപയോഗിച്ചിരുന്നത് മരങ്ങൾ കൊണ്ട് മാത്രം നിർമ്മിച്ച ചക്രങ്ങളാണ്. പിന്നെ അതിൽ ലോഹങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ പുരോഗമിച്ച് ഇപ്പോൾ നമ്മൾ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ടയർ വരെ എത്തി. അടുത്തൊരു ബോക്സ് കൊടുത്തിട്ടുള്ളത് മെസോപ്പൊട്ടേമിയ. ഏകദേശം 5000 വർഷങ്ങൾക്ക് മുമ്പ് മെസോപ്പൊട്ടേമിയക്കാർ ചക്രങ്ങൾ നിർമ്മിച്ചിരുന്നതായി കരുതപ്പെടുന്നു. അവരുടെ ചക്രങ്ങൾ കട്ടിയുള്ള 3 കഷ്ണം പലകകൾ ചേർത്ത് വെച്ച് തോൽപ്പട്ടയിൽ ചെമ്പാണി തറച്ച തരത്തിൽ ആയിരുന്നു. പിന്നീട് ഈജിപ്തുകാരും റോമക്കാരും ചക്രങ്ങളെ കൂടുതൽ മെച്ചപ്പെടുത്തി. ഇന്നത്തെ ഇറാഖ് ഉൾപ്പെടുന്ന പ്രദേശത്താണ് മെസോപ്പൊട്ടേമിയൻ സംസ്കാരം വളർന്നു വന്നത്. യൂഫ്രട്ടീസ്, ടൈഗ്രീസ് എന്നീ നദികൾക്കിടയിലാണ് ഈ പ്രദേശം. 2 നദികൾക്കിടയിലുള്ള പ്രദേശം എന്നാണ് മെസോപ്പൊട്ടേമിയ എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്യാം. ഏകദേശം 5000 വർഷങ്ങൾക്ക് മുമ്പ് മെസോപ്പൊട്ടേമിയക്കാർ ചക്രങ്ങൾ നിർമ്മിച്ചതായി കരുതപ്പെടുന്നു. അവരുടെ ചക്രങ്ങൾ കട്ടിയുള്ള 3 കഷ്ണം പലകകൾ ചേർത്ത് വെച്ച് തോൽപ്പട്ടയിൽ ചെമ്പാണി തറച്ച തരത്തിലായിരുന്നു. പിന്നീട് ഈജിപ്തുകാരും റോമക്കാരും ചക്രങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തി. ഇന്നത്തെ ഇറാഖ് ഉൾപ്പെടുന്ന പ്രദേശത്താണ് മെസോപ്പൊട്ടേമിയൻ സംസ്കാരം വളർന്നു വന്നത്. യൂഫ്രട്ടീസ്, ടൈഗ്രീസ് എന്നീ നദികൾക്കിടയിലാണ് ഈ പ്രദേശം. 2 നദികൾക്കിടയിലുള്ള പ്രദേശം എന്നാണ് മെസോപ്പൊട്ടേമിയ എന്ന വാക്കിനർത്ഥം. അപ്പോൾ എന്താണ് അതിൻ്റെ വാക്കിനർത്ഥം? മെസോപ്പൊട്ടേമിയ എന്ന് പറഞ്ഞാൽ 2 നദികൾക്കിടയിലുള്ള പ്രദേശം എന്നാണ്. അടുത്തതായിട്ട് ചക്രങ്ങൾ ഗതാഗതത്തിനായി എങ്ങനെയെല്ലാം ഉപയോഗിക്കുന്നു എന്ന ചിത്രങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അടുത്ത ഹെഡിംഗ് ആണ് ഗതാഗത മാർഗങ്ങൾ. ഇന്ന് നാം ഉപയോഗിക്കുന്ന പ്രധാന ഗതാഗത മാർഗങ്ങൾ സൂചിപ്പിക്കുന്ന ഫ്ലോ ചാർട്ട് നിരീക്ഷിക്കൂ. ഗതാഗത മാർഗങ്ങൾ 3 കൊടുത്തിട്ടുണ്ട്. കരഗതാഗതം, ജലഗതാഗതം, വ്യോമഗതാഗതം.
ഏതൊക്കെയാണ് കരഗതാഗതം? റോഡ് ഗതാഗതവും റെയിൽ ഗതാഗതവും കരഗതാഗതത്തിൽ പെടുന്നതാണ്. ഇനി ജലഗതാഗതം, ഉൾനാടൻ ജലഗതാഗതം, അതുപോലെ കടൽ അല്ലെങ്കിൽ സമുദ്ര ഗതാഗതം, ഇതാണ് ജലഗതാഗതം. ഇനി വ്യോമഗതാഗതം, ദേശീയ വ്യോമഗതാഗതം ഉണ്ട്, അതുപോലെ അന്തർദേശീയ വ്യോമഗതാഗതം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്യാം. അടുത്തത് റോഡ് ഗതാഗതം എന്ന് പറഞ്ഞിട്ട് കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒറ്റയടി പാത, മൺപാത, കല്ല് പാകിയ പാത, അതുപോലെ കോൺക്രീറ്റ് പാത, ടാർ ചെയ്ത പാത. ഒറ്റയടി പാതകളും മൺപാതകളുമാണ് പണ്ട് കാലത്ത് ഗതാഗതത്തിന് ഉപയോഗിച്ചിരുന്നത്. കാലക്രമത്തിൽ കല്ല് പാകിയ പാതകളും കോൺക്രീറ്റ് പാതകളും ടാർ ചെയ്ത പാതകളും നിലവിൽ വന്നു. അപ്പോൾ ഒറ്റയടി പാതകളും മൺപാതകളൊക്കെയാണ് പണ്ട് കാലത്ത് ഗതാഗതത്തിന് ഉപയോഗിച്ചിരുന്നത്. പിന്നീടാണ് കല്ല് പാകിയ പാതകളും കോൺക്രീറ്റ് പാതകളും ടാർ ചെയ്ത പാതകളും നിലവിൽ വന്നത്. മക് ആദം റോഡുകൾ. 1820 സ്കോട്ടിഷ് എഞ്ചിനീയറായ JL മക് ആദം ആണ് ആധുനിക രീതിയിലെ റോഡ് നിർമ്മാണത്തിന് തുടക്കമിട്ടത്. കരിങ്കൽ കഷ്ണങ്ങൾ നിരത്തി റോഡ് റോളർ മെഷീനുകൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഇത്തരം റോഡുകൾ മക് ആദം റോഡുകൾ എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ 1820 സ്കോട്ടിഷ് എഞ്ചിനീയറായ JL മക് ആദമാണ് ആധുനിക രീതിയിലുള്ള റോഡ് നിർമ്മാണത്തിന് തുടക്കമിട്ടത്. കരിങ്കൽ കഷ്ണങ്ങൾ നിരത്തി റോഡ് റോളർ മെഷീനുകൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഇത്തരം റോഡുകൾ മക് ആദം റോഡുകൾ എന്നറിയപ്പെടുന്നു. ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്യാം. ഇന്ത്യയിലെ പ്രധാന ഹൈവേകൾ 2 സുവർണ ചതുഷ്കോണം, അതുപോലെ വടക്ക് തെക്ക് ഇടനാഴിയും കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴിയും. അപ്പോൾ സുവർണ ചതുഷ്കോണം അല്ലെങ്കിൽ ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ എന്താണെന്ന് നോക്കാം. ഇന്ത്യയിലെ പ്രധാന വ്യവസായിക കാർഷിക കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന ദേശീയ പാതാ ശൃംഖലയാണിത്. അപ്പോൾ ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ എന്നീ നഗരങ്ങളിലൂടെയും 12 സംസ്ഥാനങ്ങളിലൂടെയും ഈ പാത കടന്നു പോകുന്നു. അപ്പോൾ സുവർണ ചതുഷ്കോണം ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, PSCക്ക് ഒരുപാട് തവണ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കാര്യമാണ്, നോട്ട് ചെയ്യണേ. ഇന്ത്യയിലെ പ്രധാന വ്യാവസായിക കാർഷിക കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന ദേശീയ പാതാ ശൃംഖലയാണ് സുവർണ ചതുഷ്കോണം. ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ ഇങ്ങനെയാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെ നഗരങ്ങളാണ് ബന്ധിപ്പിക്കുന്നതെന്ന്? ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ എന്നീ നഗരങ്ങളിലൂടെയും 12 സംസ്ഥാനങ്ങളിലൂടെയുമാണ് ഈ പാത കടന്നു പോകുന്നത്. അടുത്തതും വടക്ക് തെക്ക് ഇടനാഴിയും കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴിയും, നോർത്ത് സൗത്ത് ആൻഡ് ഈസ്റ്റ് വെസ്റ്റ് കോറിഡോർ. വടക്ക് തെക്ക് ഇടനാഴി ശ്രീനഗറിനെ കന്യാകുമാരിയുമായും കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴി സിൽച്ചാറിനെ പോർബന്തറുമായും ബന്ധിപ്പിക്കുന്നു. ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, വടക്ക് തെക്ക് ഇടനാഴി ശ്രീനഗറിനെ കന്യാകുമാരിയുമായും കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴി സിൽച്ചാറിനെ പോർബന്തറുമായിട്ടാണ് ബന്ധിപ്പിക്കുന്നത്. അടുത്ത ചിത്രം കൊടുത്തത് പണ്ടത്തെ വാഹനങ്ങൾ മുതൽ ഇപ്പോഴുള്ള വാഹനങ്ങൾ വരെയുള്ള ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. പിന്നെ റോഡ് ഗതാഗതം കഴിഞ്ഞു, ഇനി റെയിൽ ഗതാഗതം എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഏത് പ്രായക്കാർക്കും കൗതുകം ഉണർത്തുന്ന ഒരു കാഴ്ച തന്നെയാണല്ലോ തീവണ്ടി. കരയിലെ ഏറ്റവും വേഗതയേറിയ ഗതാഗത സംവിധാനമാണിത്. ബ്രിട്ടനിലാണ് റെയിൽവേ സംവിധാനം ആരംഭിച്ചത്. ഇവിടെ ബ്രിട്ടനിലാണ് റെയിൽവേ സംവിധാനം ആരംഭിച്ചത്. ആവിയന്ത്രത്തിന്റെ കണ്ടുപിടുത്തത്തോടെയാണ് ലോക്കോമോട്ടീവ് എന്ന തീവണ്ടി ഉദയം ചെയ്തത്. 1825 ജോർജ് സ്റ്റീഫൻസൺ ബ്രിട്ടനിലെ ആദ്യത്തെ ലോക്കോമോട്ടീവ് തീവണ്ടി എഞ്ചിൻ നിർമ്മിച്ചു. അപ്പോൾ 1825 ജോർജ് സ്റ്റീഫൻസൺ ബ്രിട്ടനിലെ ആദ്യത്തെ ലോക്കോമോട്ടീവ് തീവണ്ടി എഞ്ചിൻ നിർമ്മിച്ചു. ഇത് പ്രവർത്തിക്കാനുള്ള ഇന്ധനമായി കൽക്കരിയാണ് ഉപയോഗിച്ചിരുന്നത്. പിൽക്കാലത്ത് സാങ്കേതിക വികാസത്തിൻ്റെ ഫലമായി ഡീസൽ എഞ്ചിനുകളും ഇലക്ട്രിക് എഞ്ചിനുകളും നിലവിൽ വന്നു. അപ്പോൾ ആദ്യമായിട്ട് 1825 ജോർജ് സ്റ്റീഫൻസൺ ആണ് ആദ്യത്തെ ലോക്കോമോട്ടീവ് തീവണ്ടി എഞ്ചിൻ നിർമ്മിച്ചത്. കരയിലെ ഏറ്റവും വേഗതയേറിയ ഗതാഗത സംവിധാനമാണ് റെയിൽ ഗതാഗതം. ബ്രിട്ടനിലാണ് റെയിൽവേ സംവിധാനം ആദ്യമായിട്ട് ആരംഭിച്ചത്. ആദ്യകാലത്ത് കൽക്കരിയാണ് റെയിൽ ഗതാഗതത്തിൽ ഇന്ധനമായിട്ട് ഉപയോഗിച്ചിരുന്നത്. പിൽക്കാലത്ത് സാങ്കേതിക വികാസത്തിന്റെ ഫലമായി ഡീസൽ എഞ്ചിനുകളും ഇലക്ട്രിക് എഞ്ചിനുകളും ഒക്കെ നിലവിൽ വന്നു. ഇതൊരു ബോക്സ് കൊടുത്തിട്ടുള്ളത് 1825 ഇംഗ്ലണ്ടിലെ സ്റ്റോക്ടൺ, ഡാർലിംഗ്ടൺ എന്നീ നഗരങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ലോകത്തെ ആദ്യത്തെ റെയിൽപാത നിർമ്മിക്കപ്പെട്ടു. അപ്പോൾ ഏതൊക്കെ നഗരങ്ങളാണ്? സ്റ്റോക്ടൺ, ഡാർലിംഗ്ടൺ എന്നീ നഗരങ്ങൾ. ഇംഗ്ലണ്ടിലെ സ്റ്റോക്ടൺ, ഡാർലിംഗ്ടൺ എന്നീ നഗരങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് ലോകത്തെ ആദ്യത്തെ റെയിൽപാത നിർമ്മിക്കപ്പെട്ടത്. ജോർജ് സ്റ്റീഫൻസൺ നിർമ്മിച്ച സ്റ്റീഫൻസൺ റോക്കറ്റ് എന്ന ലോക്കോമോട്ടീവ് ഈ പാതയിലൂടെ ഓടിച്ചുകൊണ്ടാണ് ലോകത്തെ റെയിൽ ഗതാഗതത്തിന് തുടക്കം കുറിച്ചത്. അപ്പോൾ ജോർജ് സ്റ്റീഫൻസൺ നിർമ്മിച്ച സ്റ്റീഫൻസൺ റോക്കറ്റ് എന്ന ലോക്കോമോട്ടീവ് ഉപയോഗിച്ചുകൊണ്ടാണ് ലോകത്ത് തന്നെ ആദ്യത്തെ റെയിൽ ഗതാഗതത്തിന് തുടക്കം കുറിച്ചത്. 1825 ഇംഗ്ലണ്ടിലാണ് കേട്ടോ. അടുത്ത ചിത്രം കൊടുത്തിട്ടുള്ളത് വിവിധ കാലഘട്ടത്തിലെ തീവണ്ടികളുടെ ചിത്രങ്ങളാണ്.
അതായത് പണ്ട് തീവണ്ടി റെയിൽ ഗതാഗതം ആരംഭിച്ച തൊട്ടുള്ള ഇപ്പോഴുള്ളവരെയുള്ള ആധുനിക സംവിധാനങ്ങളോട് കൂടിയിട്ടുള്ള തീവണ്ടികൾ വരെയാണ് ഈ ഒരു ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് ഇന്ത്യയിലെ റെയിൽ ഗതാഗതത്തെ പറ്റിയാണ് പറയുന്നത്. ബ്രിട്ടീഷുകാരാണ് ഇന്ത്യയിൽ റെയിൽ ഗതാഗതത്തിന് തുടക്കം കുറിച്ചത്. ഇന്ത്യയിൽ നിന്ന് അസംസ്കൃത വസ്തുക്കളും പ്രകൃതി വിഭവങ്ങളും കടൽ മാർഗം അവർ യൂറോപ്പിലേക്ക് കൊണ്ടുപോയിരുന്നു. ഈ വസ്തുക്കളും വിഭവങ്ങളും തുറമുഖങ്ങളിലേക്ക് എത്തിക്കാനുള്ള സംവിധാനം എന്ന നിലയിലാണ് റെയിൽ ഗതാഗതം ഇന്ത്യയിൽ ആരംഭിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽപാത ബോംബെ, ഇപ്പോഴത്തെ മുംബൈ മുതൽ താനെ വരെയായിരുന്നു. 1853 ആരംഭിച്ചത്. കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത ബേപ്പൂർ മുതൽ തിരൂർ വരെയാണ് 1861. ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്യുക. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽപാത 1853 മുംബൈ മുതൽ താനെ വരെ ആയിരുന്നു. കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത ബേപ്പൂർ മുതൽ തിരൂർ വരെ ആയിരുന്നു. 1861 കേരളത്തിൽ റെയിൽ ഗതാഗതം ആരംഭിച്ചത്. ദൈനംദിന യാത്രക്കും ചരക്ക് നീക്കത്തിനും വിനോദയാത്രക്കും ജനങ്ങൾ പ്രധാനമായും ആശ്രയിക്കുന്ന ഗതാഗത സംവിധാനമാണ് റെയിൽവേ. വളരെ വിപുലമായ റെയിൽവേ ശൃംഖല ഇന്ത്യയിൽ നിലവിലുണ്ട്. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ റെയിൽവേ സംവിധാനമുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് നമ്മുടേത്. ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനും അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിനും ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിൽ മെട്രോ റെയിൽ സംവിധാനവും ആരംഭിച്ചിട്ടുണ്ട്. അത് മെട്രോ റെയിൽ എന്ന് പറഞ്ഞാൽ ഞാൻ ചെറിയൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. വൻ നഗരങ്ങളിലെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിനും അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിനുമാണ് മെട്രോ റെയിൽ ആരംഭിച്ചത്. കൊൽക്കത്ത, ഡൽഹി, മുംബൈ, ബാംഗ്ലൂർ, ചെന്നൈ, കൊച്ചി തുടങ്ങിയ ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിലെല്ലാം മെട്രോ റെയിൽ സംവിധാനം നിലവിലുണ്ട്. പേരൊക്കെയാണ് മെട്രോ റെയിൽ ഉള്ളത് നോക്കാം. കൊൽക്കത്ത, ഡൽഹി, മുംബൈ, ബാംഗ്ലൂർ, ചെന്നൈ, കൊച്ചി തുടങ്ങിയ ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിലെല്ലാം മെട്രോ റെയിൽ സംവിധാനം നിലവിലുണ്ട്. വൻ നഗരങ്ങളിലെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിനും അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിനുമാണ് മെട്രോ റെയിൽ ആരംഭിച്ചത് എന്ന് പറയുന്നുണ്ട്. അടുത്തതായിട്ട് കൊടുത്തിട്ടുള്ളത് ജലഗതാഗതമാണ്. ജലഗതാഗതത്തിന്റെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. മനുഷ്യർക്കും മൃഗങ്ങൾക്കും ജലാശയങ്ങൾ മുറിച്ചു കടക്കാൻ കഴിയാത്ത സാഹചര്യമായിരിക്കാം ജലഗതാഗതം എന്ന ആശയത്തിൽ എത്തിച്ചത്. ഒറ്റത്തടിയും ചങ്ങാടങ്ങളും ഉപയോഗിച്ചിരുന്ന മനുഷ്യർ മരത്തടിയുടെ മധ്യഭാഗം തീയിട്ട് കരിച്ച് പൊള്ളയാക്കിയാണ് ആദ്യകാലത്ത് തോണികൾ നിർമ്മിച്ചിരുന്നത്. ഇപ്പോൾ ഒറ്റത്തടിയും ചങ്ങാടങ്ങളും ഉപയോഗിച്ചിരുന്ന മനുഷ്യർ മരത്തടിയുടെ മധ്യഭാഗം തീയിട്ട് കരിച്ച് പൊള്ളയാക്കിയാണ് ആദ്യകാലത്ത് തോണികൾ നിർമ്മിച്ചിരുന്നത്. അതിൻ്റെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്, ആദ്യകാല തോണി എന്ന് പറഞ്ഞിട്ടുള്ള. പിന്നീട് പണിയായുധങ്ങളുടെ കണ്ടെത്തൽ തോണി നിർമ്മാണം എളുപ്പമാക്കി. ക്രമേണ പലതരത്തിലുള്ള വള്ളങ്ങളും പായ്ക്കപ്പലുകളും നിർമ്മിച്ചു. ഇത് ജലഗതാഗതത്തെ കൂടുതൽ മെച്ചപ്പെടുത്തി. അടുത്തൊരു ബോക്സ് കൊടുത്തിട്ടുള്ളത് മെസൊപ്പൊട്ടേമിയൻ ജനത വ്യാപാര രംഗത്ത് കപ്പലുകൾ പോലെയുള്ള ജലായനങ്ങൾ ഉപയോഗിച്ചിരുന്നു. തുഴകളാലും നീളൻ കമ്പുകളാലും മുന്നോട്ട് നീക്കിക്കൊണ്ടു പോകുന്ന വിവിധ വലിപ്പത്തിലുള്ള ജലായനങ്ങൾ ഇവർ നിർമ്മിച്ചിരുന്നു. ചരക്കു നീക്കത്തിനും സഞ്ചാരത്തിനും ഈ ജലായനങ്ങൾ ഉപയോഗിച്ചു. സിന്ധു നദിയുടെ സംസ്കാര കേന്ദ്രമായ ഗുജറാത്തിലെ ലോഥലിൽ കപ്പൽ നിർമ്മാണ കേന്ദ്രത്തിന്റെ ഡോക്ക് യാർഡിന്റെ കപ്പൽ നിർമ്മാണ കേന്ദ്രത്തിന്റെ പേരാണ് ഡോക്ക് യാർഡ്. അതിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ലോത്തലിൽ നിന്ന് കണ്ടെത്തിയ മുദ്രകളിലും ഹാരപ്പയിൽ നിന്ന് കണ്ടെത്തിയ മെസൊപ്പൊട്ടേമിയൻ മുദ്രകളിലും ബോട്ടിന്റെ രൂപങ്ങൾ പതിച്ചിട്ടുണ്ട്. ഇത് അക്കാലത്ത് ജലഗതാഗതം നിലനിന്നിരുന്നതായി തെളിവുണ്ട്. അപ്പോൾ എവിടെയൊക്കെയാണ് സിന്ധു നദിയുടെ സംസ്കാര കേന്ദ്രമായ ഗുജറാത്തിലെ ലോത്തലിലും അതുപോലെ തന്നെ എവിടെയാണ് ഹാരപ്പയിൽ നിന്ന് കണ്ടെത്തിയ മെസൊപ്പൊട്ടേമിയൻ മുദ്രകളിലും ബോട്ടിന്റെ രൂപങ്ങൾ പതിച്ചിട്ടുണ്ടായിരുന്നു. അത് അക്കാലത്ത് ജലഗതാഗതം നിലനിന്നിരുന്നതിന് തെളിവാണ്. ലോത്തലിലെ കപ്പൽ നിർമ്മാണ കേന്ദ്രമാണ് കൊടുത്തിട്ടുള്ളത് ചിത്രത്തിൽ. ജലഗതാഗതത്തെ ഉൾനാടൻ ജലഗതാഗതം, സമുദ്ര ജലഗതാഗതം എന്നിങ്ങനെ രണ്ടായിട്ട് തിരിക്കാം. റെയിൽവേയുടെ കടന്നുവരവിന് മുമ്പ് ഇന്ത്യയിലെ പ്രധാന ഗതാഗത മാർഗമായിരുന്നു ഉൾനാടൻ ജലഗതാഗതം. അപ്പോൾ റെയിൽവേ വരുന്നതിന് മുമ്പ് ഉൾനാടൻ ജലഗതാഗതമായിരുന്നു പ്രധാനമായിട്ടും ഇവിടുത്തെ ഇന്ത്യയിലുണ്ടായിരുന്നത്. നദികളും കായലുകളും ധാരാളമുള്ള പ്രദേശങ്ങളിലാണ് ഉൾനാടൻ ജലഗതാഗതം പുരോഗതി പ്രാപിച്ചത്. പിൽക്കാലത്ത് ഇതിനായി കനാലുകളും നിർമ്മിക്കപ്പെട്ടു. നദികളും കായലുകളൊക്കെ ഉള്ള പ്രദേശങ്ങളിലാണ് ഉൾനാടൻ ജലഗതാഗതം പണ്ടുണ്ടായിരുന്നത്. പിൽക്കാലത്ത് ഇതിനായി കനാലുകളും നിർമ്മിക്കപ്പെട്ടു. കേരളത്തിലെ ഉൾനാടൻ ജലഗതാഗത പാതകൾ ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ദേശീയ ജലപാത നമ്പർ 3 ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, നോട്ട് ചെയ്യണേ. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ദേശീയ ജലപാത നമ്പർ 3 ആണ്. അതുപോലെ കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ള കനോലി കനാൽ എന്നിവയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട 2 നാടൻ ജലഗതാഗത പാതകൾ.
റെയിൽ സംവിധാനം ശക്തിപ്പെടുന്നതുവരെ ചരക്കു നീക്കത്തിന് പ്രധാനമായും ഈ ജലപാതകളെയാണ് ആശ്രയിച്ചിരുന്നത്. ഉൾനാടൻ ജലപാതകൾ ഇന്ന് വൻതോതിൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നുണ്ട്. ഇപ്പോൾ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ദേശീയ ജലപാത നമ്പർ 3 ആണ്. കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ള കനോലി കനാലും അതുമാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട 2 ഉൾനാടൻ ജലഗതാഗത പാതകൾ. ഇന്ത്യയുമായുള്ള വ്യാപാരം മെച്ചപ്പെടുത്തുന്നതിനായി യൂറോപ്യർ ജലഗതാഗതത്തിന് പ്രാധാന്യം നൽകി. നഗരങ്ങളിലേക്ക് കൽക്കരി കൊണ്ടുപോകുന്നതിനുള്ള മാർഗം എന്ന നിലയിലാണ് യൂറോപ്യർ ആദ്യകാലങ്ങളിൽ കനാലുകൾ നിർമ്മിച്ചിരുന്നത്. ക്രമേണ ഇത്തരം കനാലുകൾ ജലയാത്രയ്ക്കായി കൂടുതൽ ഉപയോഗിക്കാൻ തുടങ്ങി. കേരളത്തിൽ നിർമ്മിക്കപ്പെട്ട കനാലുകളാണ് കനോലി കനാൽ, പാർവതി പുത്തനാർ തുടങ്ങിയവ. കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴയിൽ ധാരാളം കനാലുകളുണ്ട്. അപ്പോൾ ആദ്യം ഇന്ത്യയുടെ വ്യാപാരം മെച്ചപ്പെടുത്തുന്നതിനായിട്ടാണ് യൂറോപ്യർ ജലഗതാഗതത്തിന് പ്രാധാന്യം നൽകിയത്. നഗരങ്ങളിലേക്ക് കൽക്കരി കൊണ്ടുപോകുന്നതിനുള്ള മാർഗം എന്ന നിലയിലാണ് യൂറോപ്യർ ആദ്യകാലങ്ങളിൽ കനാലുകൾ നിർമ്മിച്ചിരുന്നത്. അപ്പോൾ കേരളത്തിൽ നിർമ്മിക്കപ്പെട്ട കനാലുകളാണ് കനോലി കനാലും പാർവതി പുത്തനാർ തുടങ്ങിയവ. ഇത് കനോലി കനാലിൻ്റെയും പാർവതി പുത്തനാർ എന്ന 2 കനാലിൻ്റെയും ചിത്രം കൊടുത്തിട്ടുണ്ട്. ബ്രിട്ടീഷ് ഭരണകാലത്ത് മലബാർ ജില്ലാ കളക്ടറായിരുന്ന HV കനോലി 1845 കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെ വിശാലമായ ജലഗതാഗത മാർഗം എന്ന ആശയം മുന്നോട്ട് വെച്ചു. അതായത് 1845 മലബാർ ജില്ലാ കളക്ടറായിരുന്ന HV കനോലിയാണ് കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെ വിശാലമായ ജലഗതാഗത മാർഗം എന്ന ആശയം മുന്നോട്ട് വെച്ചത്. പിന്നീട് പൊന്നാനി, ചാവക്കാട് ഭാഗങ്ങൾ കൂടി ഉൾപ്പെടുത്തി കൊടുങ്ങല്ലൂർ വരെയുള്ള പുഴകളെ ബന്ധിപ്പിച്ചുകൊണ്ട് കനാലുകൾ നിർമ്മിച്ചു. ഈ ജലപാത കനോലി കനാൽ എന്നറിയപ്പെടുന്നു. 1845 കനോലി കനാലിൻ്റെ നിർമ്മാണം തുടങ്ങിയത്. ഇനി പാർവതി പുത്തനാറ് തിരുവനന്തപുരം ജില്ലയിലെ വേളി കഠിനംകുളം കായലുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് നിർമ്മിച്ച കനാൽ പാതയാണ് കേട്ടോ. പാർവതി പുത്തനാർ അതൊക്കെയാണ് തിരുവനന്തപുരം ജില്ലയിലെ വേളി കഠിനംകുളം കായലുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് നിർമ്മിച്ച കനാലാണ് പാർവതി പുത്തനാർ. മുൻകാലങ്ങളിൽ രാജ്യാന്തര യാത്രകൾക്കും ചരക്കു നീക്കത്തിനും ഏറ്റവും അധികം ആശ്രയിച്ചിരുന്നത് സമുദ്ര ഗതാഗതത്തെ ആയിരുന്നു. കാറ്റിൻ്റെ ദിശാശക്തി കൊണ്ട് സഞ്ചരിക്കുന്ന പായ്ക്കപ്പലുകളുടെ കണ്ടുപിടുത്തം സമുദ്ര ഗതാഗതത്തെ മെച്ചപ്പെടുത്തി. അതോടെ മറ്റു ദേശങ്ങളിലേക്കുള്ള യാത്രകൾ വർദ്ധിച്ചു. ആവിയന്ത്രത്തിൻ്റെ കണ്ടെത്തലോടെ ആവിശക്തി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന കപ്പലുകൾ നിർമ്മിക്കുകയും കടൽ യാത്ര കൂടുതൽ സുരക്ഷിതമാവുകയും ചെയ്തു. പിന്നീട് ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്ന കപ്പലുകളും നിർമ്മിക്കപ്പെട്ടു. അപ്പോൾ മുൻകാലങ്ങളിൽ രാജ്യാന്തര യാത്രകൾക്കും ചരക്കു നീക്കത്തിനും ഏറ്റവും അധികം ഉപയോഗിച്ചിരുന്ന സമുദ്ര ഗതാഗതത്തെയാണ്. കാറ്റിൻ്റെ ദിശാശക്തി കൊണ്ട് സഞ്ചരിക്കുന്ന പായ്ക്കപ്പലുകളുടെ കണ്ടുപിടുത്തം അതുപോലെ സമുദ്ര ഗതാഗതത്തെ മെച്ചപ്പെടുത്തി. അതോടെ മറ്റു ദേശങ്ങളിലേക്കുള്ള യാത്രകൾ വർദ്ധിച്ചു. ആവിയന്ത്രത്തിൻ്റെ കണ്ടെത്തലോടെ ആവിശക്തി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന കപ്പലുകൾ നിർമ്മിക്കുകയും കടൽ യാത്ര കൂടുതൽ സുരക്ഷിതമാവുകയും ചെയ്തു. പിന്നീട് ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്ന കപ്പലുകളും നിർമ്മിക്കപ്പെട്ടു. പായ്ക്കപ്പലിൻ്റെയും മറ്റു കപ്പലിൻ്റെയൊക്കെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഗതാഗതം കഴിഞ്ഞതിൻ്റെ അടുത്തത് വ്യോമഗതാഗതം. ഫ്രാൻസിലെ ഒരു കടലാസ് ഫാക്ടറി ഉടമയായിരുന്ന ജാക്വിസ് മോണ്ട് ഗോൾഫിയർ നനഞ്ഞ വസ്ത്രം പെട്ടെന്ന് ഉണക്കുന്നതിനായി തൂക്കിയിട്ടിരുന്ന വസ്ത്രത്തിന് താഴെ തീക്കൂട്ടി കത്തിക്കുകയായിരുന്നു. ജാക്വിസിൻ്റെ ഭാര്യ ഉണങ്ങാനിട്ടിരുന്ന വസ്ത്രം ആകാശത്തേക്ക് പരന്നുയർന്ന് അദ്ദേഹത്തിന് അതിശയം ഉളവാക്കി. ഈ കാഴ്ച ജാക്വിസിനെ ഏറെ ചിന്തിപ്പിച്ചു. പിന്നീടുള്ള ദിവസങ്ങൾ അദ്ദേഹത്തിന് വിശ്രമമുണ്ടായിരുന്നില്ല. തൻ്റെ സഹോദരനായ ജോസഫ് മോണ്ട് ഗോൾഫിയറുമായി ചേർന്ന് ജാക്വിസ് ഒരു കൂറ്റൻ ബലൂൺ ഉണ്ടാക്കി. ചൂടുവായു നിറച്ച ആ ബലൂൺ അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മുകളിലേക്ക് ഉയർന്നു. അതിനുശേഷം ബലൂണിൻ്റെ കീഴ്ഭാഗത്ത് കുട്ട വെച്ച് പിടിപ്പിച്ച് സ്വന്തം വീട്ടിലെ കോഴി, താറാവ് എന്നിവയെ യാത്രക്കാരായി ജാക്വിസും ജോസഫും ആ ബലൂൺ വാഹനത്തിൽ പാരീസ് നഗരത്തിന് മുകളിലൂടെ 1/2 മണിക്കൂർ പറന്നു. കുറിപ്പ് വായിച്ചല്ലോ. 1783 ഈ സംഭവമാണ് പിന്നീട് ആകാശയാത്രകൾക്ക് തുടക്കമിട്ടത്. ചൂടുവായു നിറച്ച ബലൂണുകളാണ് മനുഷ്യർ ആകാശയാത്രക്ക് ആദ്യം ഉപയോഗിച്ചിരുന്നത്. അതിനുശേഷം സാന്ദ്രത കുറഞ്ഞ വാതകങ്ങൾ വലിയ ബലൂണുകളിൽ നിറച്ച് ആകാശ കപ്പലുകളും നിർമ്മിച്ചു. തുടർന്ന് വേഗത കുറച്ച് താഴെ എത്താൻ സഹായിക്കുന്ന പാരച്യൂട്ടുകൾ കണ്ടുപിടിച്ചു. എന്നാൽ ഇവയൊന്നും മനുഷ്യർക്ക് സൗകര്യപ്രദമായി നിയന്ത്രിച്ച് ഉപയോഗിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. ആകാശ കപ്പലിൻ്റെയും പാരച്യൂട്ടിൻ്റെയും ചിത്രം കൊടുത്തിട്ടുണ്ട്. 1783 ഈ മുകളിൽ പറഞ്ഞിട്ടുള്ള സംഭവം ഉണ്ടായതെന്നാണ് പറയുന്നത്. അതിനുശേഷം എന്താണ്, ചൂടുവായു നിറച്ച ബലൂണുകളാണ് മനുഷ്യർ ആകാശയാത്രക്ക് ഉപയോഗിച്ചിരുന്നത്. അത് സാന്ദ്രത കുറഞ്ഞ വാതകങ്ങൾ വലിയ ബലൂണുകൾ വെച്ച് ആകാശ കപ്പലുകൾ ഇവർ നിർമ്മിച്ചിരുന്നു. ഇന്നത്തെ വിമാനത്തിൻ്റെ ആദ്യ രൂപം എന്ന് പറയാവുന്ന തരത്തിൽ വിമാനം നിർമ്മിച്ചത് അമേരിക്കക്കാരായ ഓർവിൽ റൈറ്റ്, ബിൽബർ റൈറ്റ് എന്നീ സഹോദരന്മാരാണ്.
അപ്പോൾ അമേരിക്കക്കാരായ ഓർവിൽ റൈറ്റും വിൽബർ റൈറ്റ് എന്നീ സഹോദരന്മാരാണ് ഇന്നത്തെ വിമാനത്തിൻ്റെ ആദ്യ രൂപം എന്ന് പറയാവുന്ന തരത്തിലൊരു വിമാനം നിർമ്മിച്ചത്. ഇവരെ റൈറ്റ് സഹോദരന്മാർ എന്നറിയപ്പെടുന്നു. ഇവർ നിർമ്മിച്ച വിമാനത്തിൻ്റെ പേര് ഫ്ലെയർ 1 എന്നായിരുന്നു. ഫ്ലെയർ 1 എന്നായിരുന്നു ഇവർ നിർമ്മിച്ച വിമാനത്തിൻ്റെ പേര്. അമേരിക്കയിലെ നോർത്ത് കരോലിനയിൽ നിന്ന് 1903 ഡിസംബർ 17 ഫ്ലെയർ 1 പറന്നുയർന്നത്. അപ്പോൾ 1903 ഡിസംബർ 17 അമേരിക്കയിലെ നോർത്ത് കരോലിനയിൽ നിന്ന് ഫ്ലെയർ 1 പറന്നുയർന്നത്. ഓർവിൽ റൈറ്റിൻ്റെയും വിൽബർ റൈറ്റിൻ്റെയും ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. കാലക്രമേണ ഹെലികോപ്റ്ററുകൾ, ജെറ്റ് വിമാനങ്ങൾ, യാത്രാ വിമാനങ്ങൾ, സൂപ്പർസോണിക് വിമാനങ്ങൾ എന്നിവ നിർമ്മിക്കാൻ മനുഷ്യർക്ക് സാധിച്ചു. രാജ്യത്തിനകത്തും പുറത്തും ദീർഘദൂര യാത്രികർക്കായി വളരെ പ്രയോജനപ്പെടുന്ന ഒരു യാത്രാ മാർഗമാണ് വ്യോമഗതാഗതം. ഏറ്റവും വേഗതയേറിയ ഗതാഗത സംവിധാനവും ഇത് തന്നെയാണ്. സൈനിക ആവശ്യങ്ങൾക്കായും വ്യോമഗതാഗത സംവിധാനം ഉപയോഗിക്കുന്നു. ഏറ്റവും വേഗതയേറിയ ഗതാഗത സംവിധാനം ഏതാണ്? വ്യോമഗതാഗതമാണ്. രാജ്യത്തിനകത്തും പുറത്തും ദീർഘദൂര യാത്രകൾക്കായി വളരെയേറെ പ്രയോജനപ്പെടുന്ന ഒരു യാത്രാമാർഗമാണ് വ്യോമഗതാഗതം. സൈനിക ആവശ്യങ്ങൾക്കും വ്യോമഗതാഗത സംവിധാനമാണ് ഉപയോഗിക്കുന്നത്. അടുത്തതൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയിലെ വ്യോമഗതാഗതം. 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തോടെയാണ് ഇന്ത്യയിൽ വ്യോമഗതാഗതം ആരംഭിച്ചത്. അപ്പോൾ 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തോടെയാണ് ഇന്ത്യയിൽ വ്യോമഗതാഗതം ആരംഭിച്ചത്. 1911 അലഹാബാദിൽ നിന്ന് 10 കിലോമീറ്റർ മാത്രം അകലെയുള്ള നൈനിയിലേക്ക് കത്തുകൾ വഹിച്ചുകൊണ്ടുള്ള വിമാനം പറന്നുയർന്നതോടെയായിരുന്നു ഇന്ത്യയിലെ വ്യോമഗതാഗതത്തിന് തുടക്കം കുറിച്ചത്. അപ്പോൾ 1911 അലഹാബാദിൽ നിന്നും 10 കിലോമീറ്റർ മാത്രം അകലെയുള്ള നൈനിയിലേക്ക് കത്തുകൾ വഹിച്ചുകൊണ്ടുള്ള വിമാനം പറന്നുയർന്നതോടെയാണ് ഇന്ത്യയിലെ വ്യോമഗതാഗതത്തിന് തുടക്കം കുറിച്ചത്. 1912 ഇന്ത്യയിലേക്കും തിരിച്ചുമുള്ള ആദ്യത്തെ അന്താരാഷ്ട്ര വിമാനം ലണ്ടനിൽ നിന്ന് കറാച്ചിയിലേക്കും അവിടെ നിന്ന് ഡൽഹിയിലേക്കും സർവീസ് നടത്തി. 1912 ഇന്ത്യയിലേക്കും തിരിച്ചുമുള്ള ആദ്യത്തെ അന്താരാഷ്ട്ര വിമാനം ലണ്ടനിൽ നിന്ന് കറാച്ചിയിലേക്കും അവിടെ നിന്ന് ഡൽഹിയിലേക്കും സർവീസ് നടത്തി. ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ വിമാന കമ്പനിയായ ടാറ്റ എയർലൈൻസ് 1932 കറാച്ചി മുതൽ മുംബൈ വരെ ആദ്യ സർവീസ് നടത്തി. അപ്പോൾ ഒരു പോയിന്റ് പറയുന്നുണ്ട്, ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ വിമാന കമ്പനി ഏതാണ്? ടാറ്റ എയർലൈൻസ് ആണ്. 1932 കറാച്ചി മുതൽ മുംബൈ വരെ ആദ്യമായിട്ട് ഇത് സർവീസ് നടത്തി. ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളം മുംബൈയിലെ ജൂഹുവിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളം എവിടെയാണ്? മുംബൈയിലെ ജൂഹുവിൽ. ലോകത്തിലെ ഏറ്റവും വിപുലമായ വ്യോമഗതാഗത ശൃംഖലയുള്ള രാജ്യങ്ങളിൽ ഒന്നായി ഇന്ത്യ ഇന്ന് മാറിയിരിക്കുന്നു. വ്യോമഗതാഗതത്തിൻ്റെ മേന്മകൾ എന്തൊക്കെയാണ് കൊടുത്തിട്ടുണ്ട്? ഏറ്റവും വേഗതയേറിയ ഗതാഗത മാർഗമാണ്. വിവിധ ഭൂഖണ്ഡങ്ങളിലെ രാജ്യങ്ങളെ ബന്ധിപ്പിക്കുകയും ഭൂമിയെ ഒരു ആഗോള ഗ്രാമമാക്കുകയും ചെയ്യുന്നു. ദേശീയ പ്രതിരോധത്തിന് ഉപയോഗപ്പെടുത്തുന്നു. അടുത്ത ഹെഡിംഗ് ആണ് ആശയവിനിമയം. ഒരിടത്തു നിന്നോ ഒരു വ്യക്തിയിൽ നിന്നോ വിവരങ്ങൾ മറ്റൊരിടത്തേക്കോ മറ്റൊരാളിലേക്കോ കൈമാറുന്നതാണ് ആശയവിനിമയം. പ്രാചീന കാലം മുതൽ മനുഷ്യർ അവരുടെ ആവശ്യങ്ങൾക്കനുസൃതമായി വ്യത്യസ്തമായ ആശയവിനിമയ ഉപാധികൾ രൂപപ്പെടുത്തിയിട്ടുണ്ട്. ആദിമ മനുഷ്യർ മുഖചലനങ്ങളിലൂടെയും ശബ്ദങ്ങളിലൂടെയും ആശയങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു. പിന്നീട് അവർ ദൂരസ്ഥലങ്ങളിലുള്ളവരുമായി ആശയം കൈമാറാൻ തീയും പുകയും അടയാളങ്ങളായിട്ട് ഉപയോഗിച്ചു. ഏകദേശം 30,000 വർഷങ്ങൾക്ക് മുമ്പാണ് മനുഷ്യർ ചിഹ്നങ്ങൾ ഉപയോഗിച്ച് തുടങ്ങിയത് എന്ന് ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. ആദ്യമൊക്കെ അവരത് തീയും പുകയും അടയാളങ്ങളായിട്ട് ദൂരസ്ഥലങ്ങളിൽ ഉള്ളവരുമായിട്ട് ആശയം കൈമാറാൻ തീയും പുകയാണ് അടയാളങ്ങളായിട്ട് ഉപയോഗിച്ചിരുന്നത്. ഏകദേശം 30,000 വർഷങ്ങൾക്ക് മുമ്പാണ് മനുഷ്യർ ചിഹ്നങ്ങളൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയത്. പ്രാചീനകാലത്തെ ഗുഹകളുടെ ഭിത്തികളിൽ വരച്ച ചിത്രങ്ങൾ അക്കാലത്തെ ആശയവിനിമയത്തിന് ഉദാഹരണങ്ങളാണ്. ചിഹ്നങ്ങളും ചിത്രങ്ങളും ആശയപ്രകടനത്തിന് ഉപയോഗിച്ചു. പിന്നീട് അവർ ലിപികൾക്കും എഴുത്തുവിദ്യക്കും രൂപം നൽകി. ഏകദേശം 5000 വർഷങ്ങൾക്ക് മുമ്പാണ് മനുഷ്യർ എഴുത്തുവിദ്യ രൂപപ്പെടുത്തിയത് എന്നാണ് നിഗമനം. ഏകദേശം 5000 വർഷങ്ങൾക്ക് മുമ്പാണ് മനുഷ്യർ എഴുത്തുവിദ്യ രൂപപ്പെടുത്തിയതെന്നാണ് നിഗമനം. സുമേരിയക്കാരാണ് ആദ്യമായി എഴുത്തുവിദ്യ വികസിപ്പിച്ചത്. ക്യൂണിഫോം എന്ന പേരിൽ ഈ ലിപി അറിയപ്പെട്ടു. അപ്പോൾ സുമേരിയക്കാർ ആദ്യമായിട്ട് വികസിപ്പിച്ചെടുത്ത എഴുത്തുവിദ്യയാണ് അല്ലെങ്കിൽ ലിപിയാണ് ക്യൂണിഫോം. ഇനി ഈജിപ്ത് രൂപം കൊണ്ട ലിപി ഏതാണ്? ഹൈറോഗ്ലിഫിക്സ് ആണ്. ഈജിപ്ത് രൂപം കൊണ്ട ലിപിയാണ് ഹൈറോഗ്ലിഫിക്സ്. ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്യാം.
ക്യൂണിഫോം വികസിപ്പിച്ചെടുത്ത ആരാണ്? സുമേരിയക്കാരാണ് ക്യൂണിഫോം എന്ന ലിപി വികസിപ്പിച്ചെടുത്തത്. ഈജിപ്തിൽ രൂപം കൊണ്ട ലിപി ഏതാണ്? ഹൈറോഗ്ലിഫിക്സ് ആണ്. ഇനി ക്യൂണിഫോം ലിപിയുടെയും ഹൈറോഗ്ലിഫിക്സ് ലിപിയുടെയും ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇതിനുള്ളൊരു ടേബിൾ കൊടുത്തിട്ടുള്ളത് ചിത്രം കൊടുത്തിട്ടുണ്ട്. അതുപോലെ അത് എഴുതാൻ ഉപയോഗിച്ചിരുന്ന പ്രതലം ഏതെന്നാണോ അതിൻ്റെ ഉപകരണം, എഴുതാൻ ഉപയോഗിച്ച ഉപകരണം ഏതെന്നാണ് കൊടുത്തിട്ടുള്ളത്. ആദ്യത്തേത് എഴുതാൻ ഉപയോഗിച്ചിരുന്ന പ്രതലം ശിലയായിരുന്നു. ശിലയിൽ എന്ത് ഉപകരണമാണ്? കൂർത്ത കല്ല് ഉപയോഗിച്ചായിരുന്നു എഴുതിയിട്ടുള്ളത്. പിന്നെ അടുത്ത ചിത്രം കൊടുത്തത് ചെമ്പ് തകിടാണ്. ചെമ്പ് തകിടിൻ്റെ ഉപകരണം ലോഹ എഴുത്താണിയാണ്. ലോഹ എഴുത്താണി കൊണ്ടാണ് ചെമ്പ് തകിടയിൽ എഴുതിയിരുന്നത്. പിന്നെ താളിയോലാണ് കൊടുത്തിട്ടുള്ളത്. അത് എഴുത്താണി അല്ലെങ്കിൽ നാരായ ഉപയോഗിച്ചിട്ടാണ് താളിയോലയിൽ എഴുതിയിരുന്നത്. അപ്പോൾ ശിലയിൽ കൂർത്ത കല്ല് ഉപയോഗിച്ചാണ് എഴുതിയത്. ചെമ്പ് തകിടിൽ ലോഹ എഴുത്താണിയാണ്. താളിയോലയിൽ എഴുത്താണി അല്ലെങ്കിൽ നാരായം എന്ന വസ്തു ഉപയോഗിച്ചിട്ടാണ് എഴുതിയിരുന്നത്. ആദ്യകാലങ്ങളിൽ വാർത്തകളും സന്ദേശങ്ങളും ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് എത്തിക്കുവാനായി കുതിരകളെയും നായകളെയും പക്ഷികളെയും ഉപയോഗപ്പെടുത്തിയിരുന്നു. വാർത്തകളും സന്ദേശങ്ങളും പൊതുജനങ്ങളെ അറിയിക്കുന്നത് രാജഭരണകാലത്ത് ഉപയോഗിച്ചിരുന്ന ആശയവിനിമയ മാർഗങ്ങളിൽ ഒന്നാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അച്ചടി യന്ത്രത്തിന്റെ കണ്ടുപിടുത്തത്തോടെ വാർത്തകളും സന്ദേശങ്ങളും കൈമാറുന്നത് എളുപ്പത്തിലായി. ഇനി വിളംബരത്തിന്റെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. അച്ചടി സാങ്കേതികവിദ്യ കണ്ടുപിടിച്ചാണ് ഇത് ചൈനക്കാരാണ് അച്ചടി സാങ്കേതികവിദ്യ കണ്ടുപിടിച്ചത്. ആദ്യകാലങ്ങളിൽ അച്ചടി യന്ത്രങ്ങൾ മരക്കട്ടകൾ ഉപയോഗിച്ചാണ് പ്രവർത്തിച്ചിരുന്നത്. പിന്നീട് ജർമ്മൻകാരായ ഗുട്ടൻബർഗ് ഇരുമ്പ് ഉപയോഗത്തിലുള്ള അച്ചടി യന്ത്രം കണ്ടുപിടിച്ചു. അച്ചടിയുടെ വരവോടെ ആശയങ്ങളും വാർത്തകളും വേഗത്തിൽ പ്രചരിക്കാൻ തുടങ്ങി. അപ്പോൾ അച്ചടി സാങ്കേതികവിദ്യ കണ്ടുപിടിച്ചത് ചൈനക്കാരാണ്. ആദ്യകാലങ്ങളിൽ അച്ചടി യന്ത്രങ്ങൾ മരക്കട്ടകൾ കൊണ്ടാണ് പ്രവർത്തിച്ചിരുന്നത്. പിന്നീട് ജർമ്മൻകാരനായ ഗുട്ടൻബർഗ് ആണ് ഇരുമ്പ് ഉപയോഗിച്ചുള്ള അച്ചടി യന്ത്രം കണ്ടുപിടിച്ചത്. അച്ചടിയുടെ വരവോടെ ആശയങ്ങളും വാർത്തകളും വേഗത്തിൽ പ്രചരിക്കാൻ തുടങ്ങി. ജർമ്മൻകാരനായ ഗുട്ടൻബർഗിൻ്റെയും അതുപോലെ ഗുട്ടൻബർഗിൻ്റെ അച്ചടി യന്ത്രത്തിൻ്റെയും ചിത്രം കൊടുത്തിട്ടുണ്ട്. അതുപോലെ പിന്നെ എന്താ കൊടുത്തത്? സംക്ഷേപ വേദാർത്ഥം. പൂർണ്ണമായും മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ പുസ്തകം ഏതെന്നുള്ള ചോദ്യത്തിന് ആൻസറാണ് സംക്ഷേപ വേദാർത്ഥം. പൂർണ്ണമായും മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ പുസ്തകമാണ് സംക്ഷേപ വേദാർത്ഥം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്യാം. എന്താ കൊടുത്തത്? തപാൽ സംവിധാനത്തിന്റെ കടന്നുവരവ് ആശയവിനിമയം വേഗത്തിലാക്കി. ഗതാഗത രംഗത്തുണ്ടായ പുരോഗതിയും ആശയവിനിമയത്തെ സ്വാധീനിച്ചു. ആശയങ്ങളും സന്ദേശങ്ങളും വാർത്തകളും എത്തിക്കുന്നതിൽ തപാൽ സംവിധാനം വ്യാപകമായി ഉപയോഗിക്കാൻ തുടങ്ങി. ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലുണ്ടായ വികാസം ആശയവിനിമയ രംഗത്ത് വൻ കുതിച്ചുചാട്ടങ്ങൾക്ക് വഴിയൊരുക്കി. ഇന്റർനെറ്റിന്റെയും അനുബന്ധ സേവനങ്ങളുടെയും കടന്നുവരവ് ആശയവിനിമയ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിച്ചു. ഇനി കൊടുത്തിട്ടുള്ളത് ആശയവിനിമയ രീതികളാണ്. വാർത്തകളും സന്ദേശങ്ങളും കൈമാറ്റം ചെയ്യുന്നത് മുഖ്യമായും 2 രീതികളിലാണ്. ഏതൊക്കെയാണ്? വ്യക്തിഗത ആശയവിനിമയവും ബഹുജന ആശയവിനിമയവും. എന്താണ് വ്യക്തിഗത ആശയവിനിമയം നോക്കാം. ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് സന്ദേശങ്ങളോ ആശയങ്ങളോ വിനിമയം ചെയ്യുന്നതാണ് വ്യക്തിഗത ആശയവിനിമയം. ഇതിനായി പ്രയോജനപ്പെടുത്തുന്ന ഉപാധികളാണ് വ്യക്തിഗത ആശയവിനിമയോപാധികൾ. എന്തൊക്കെയാണ്? ഇൻലൻഡ്, ടെലഗ്രാഫ്, ടെലിഫോണ്, ഫാക്സ് മെഷീൻ, അതുപോലെ ഇമെയിൽ, ഇന്റർനെറ്റ്, മൊബൈൽ ഫോൺ, ഇതൊക്കെ വ്യക്തിഗത ആശയവിനിമയോപാധികളാണ്. ബഹുജന ആശയവിനിമയം എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്. ഒരു സന്ദേശമോ ആശയമോ വലിയൊരു ജനവിഭാഗത്തിലേക്ക് എത്തിക്കുന്നതാണ് ബഹുജന ആശയവിനിമയം. ഇതിനായി പ്രയോജനപ്പെടുത്തുന്ന മാധ്യമങ്ങളാണ് ബഹുജന ആശയവിനിമയോപാധികൾ. വർത്തമാന പത്രങ്ങൾ, റേഡിയോ, ടെലിവിഷൻ, ഇതൊക്കെ എന്താണ്? ബഹുജന ആശയവിനിമയോപാധികളാണ്. ഇന്റർനെറ്റ് അധിഷ്ഠിത നൂതന ആശയവിനിമയ സാങ്കേതിക വിദ്യ. ലോകമെമ്പാടുമുള്ള കമ്പ്യൂട്ടറുകളെ ബന്ധിപ്പിക്കുന്ന ശൃംഖലയാണ് ഇന്റർനെറ്റ്. പലതരത്തിലുള്ള വിവരങ്ങൾ നമുക്ക് ഇന്റർനെറ്റിന്റെ സഹായത്തോടെ ലഭിക്കുന്നു. ഇന്റർനെറ്റിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി ഉപയോഗിക്കുന്ന ചില നൂതന ആശയവിനിമയ സംവിധാനങ്ങളാണ് ചുവടെ നൽകുന്നത്. ഏതൊക്കെയാണ്? വീഡിയോ കോൺഫറൻസ്, ഇ-കൊമേഴ്സ്, ഇമെയിൽ, ടെലിമെഡിസിൻ ഇവയൊക്കെയാണ്. വീഡിയോ കോൺഫറൻസ് അകലെയുള്ള സ്ഥലങ്ങളിലിരിക്കുന്ന ആളുകൾക്ക് ഇന്റർനെറ്റിന്റെ സഹായത്തോടെ കണ്ടുകൊണ്ട് സംസാരിക്കാനും ആശയങ്ങൾ കൈമാറാനും കഴിയുന്നതാണ് വീഡിയോ കോൺഫറൻസ്. ഇ-കൊമേഴ്സ് എന്താ? ഇന്റർനെറ്റ് സംവിധാനത്തിൽ സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നതിനും വിൽക്കുന്നതിനുമുള്ള സംവിധാനമാണ് ഇ-കൊമേഴ്സ്. ഇമെയിലോ? ഇലക്ട്രോണിക് മാധ്യമങ്ങൾ ഉപയോഗിച്ച് സന്ദേശങ്ങൾ അയക്കുകയും ശേഖരിക്കുകയും ചെയ്യുന്ന സംവിധാനമാണ് ഇമെയിൽ. ടെലിമെഡിസിൻ വിവരസാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അകലെയുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ആരോഗ്യരംഗത്ത് ഉപയോഗപ്പെടുത്തുന്നതാണ് ടെലിമെഡിസിൻ എന്ന് പറയുന്നത്. ഇതൊക്കെ ഇന്റർനെറ്റിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്ന ചില സംവിധാനങ്ങളാണ്. ആധുനിക സമൂഹത്തിന്റെ രൂപീകരണത്തിൽ ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്.
ആശയവിനിമയ സാങ്കേതിക വിദ്യയുടെ വേഗത്തിലുള്ള വളർച്ച ലോകജനതയ്ക്ക് ഒന്നിച്ചു ചേരാനുള്ള അവസരമാണ് ലഭ്യമാക്കുന്നത്. ഇത് ലോകത്തെ ഒരു ആഗോള ഗ്രാമമാക്കുന്നു. സൗഹൃദപരമായ ചേരലിനും അതുപോലെ മാനവിക മൂല്യങ്ങൾ വളർത്തുന്നതിനും സഹായകമായ രീതിയിൽ ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. ഒരു പാഠത്തിന്റെ അവസാന ഭാഗത്ത് എന്താ കൊടുത്തിട്ടുള്ളത്? കേരളത്തിന്റെ ഗതാഗത ഭൂപടമാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭൂപടം നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഗതാഗത പാതകളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാവും. ഈ ഒരു പാഠത്തിലെ എല്ലാ പോയിന്റും നോട്ട് ചെയ്ത് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കണേ. നമ്മുടെ ഈ ഒരു ക്ലാസ് ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.